ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ പഠിക്കാനായി പോകുന്നത് എ വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ് എന്നൊരു ഷോർട്ട് സ്റ്റോറിയാണ്. ഷോർട്ട് സ്റ്റോറി എന്താണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ചെറിയ കഥകളെയാണ് നമ്മൾ ഷോർട്ട് സ്റ്റോറി എന്ന് പറയുന്നത്. സ്റ്റോറി തുടങ്ങുന്നതിന് മുൻപായിട്ട് ഈ സ്റ്റോറി എഴുതിയ റൈറ്ററിനെ നമുക്ക് പരിചയപ്പെടാം. അദ്ദേഹത്തിൻ്റെ പേര് ഗബ്രിയൽ ഗാർസിയ മാർക്കസ് എന്നാണ്. അദ്ദേഹം 1927 കൊളംബിയ എന്ന സൗത്ത് അമേരിക്കയിലെ ഒരു രാജ്യത്താണ് ജനിച്ചത്. കൊളംബിയ എന്ന് പറയുന്നത് നമ്മളുടെ ഇന്ത്യ പോലെയുള്ളൊരു രാജ്യമാണ്. പക്ഷെ അതെവിടെയാണ്? സൗത്ത് അമേരിക്കൻ കോണ്ടിനെൻറ്റിലാണ്. അതായത് ഇന്ത്യ എവിടെയാണുള്ളത്? ഏഷ്യയിലാണല്ലേ. അപ്പോൾ അതേപോലെ സൗത്ത് അമേരിക്കയിലുള്ള കൊളംബിയ എന്ന് പറയുന്ന ഒരു രാജ്യത്താണ് നമ്മളുടെ ആര് ജനിച്ചത്? റൈറ്ററായിട്ടുള്ള ഈ ഒരു ഗബ്രിയൽ ഗാർസിയ മാർക്കസ് ജനിച്ചത്. ചെറുപ്പം മുതൽ തന്നെ അദ്ദേഹം കഥകൾ കേൾക്കുവാനും വായിക്കുവാനും വളരെ ഇഷ്ടപ്പെട്ടിരുന്നു. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ മുത്തശ്ശി പറയുന്ന കഥകൾ അദ്ദേഹത്തെ വളരെയധികം സ്വാധീനിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് മദർ സാധാരണ സംഭവങ്ങളുടെ കൂടെ അത്ഭുതകരമായ അല്ലെങ്കിൽ വളരെയധികം അമേസിംഗ് ആയിട്ടുള്ള കാര്യങ്ങളും വളരെ നോർമലായി പറയുമായിരുന്നു. മാർക്കസ് എഴുതിയ കഥകളിൽ ഈ രീതി നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം വളർന്നു വന്നപ്പോൾ അദ്ദേഹം ഒരു പത്രപ്രവർത്തകൻ അല്ലെങ്കിൽ ജേർണലിസ്റ്റായി മാറുകയാണ് ചെയ്തത്, ജോലി ചെയ്യുകയാണ് ചെയ്തത്. ഇതോടൊപ്പം തന്നെ അദ്ദേഹം വളരെയധികം നോവൽസും ഷോർട്ട് സ്റ്റോറീസും ഒക്കെ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കുറച്ച് ഫേമസ് ആയിട്ടുള്ള വർക്ക്സ് നമുക്കിവിടെ നോക്കാം. ഒന്നെന്ന് പറയുന്നത് 100 Years of Solitude, 2 Love in the Time of Cholera, 3 No One Writes to the കേണൽ. അദ്ദേഹത്തിന് 1982 നോബൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ ലഭിച്ചു. നോബൽ പ്രൈസ് എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ബഹുമതികളിൽ ഒന്നാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. സാഹിത്യം, സമാധാനം, അതുപോലെ തന്നെ സയൻസ് സബ്ജക്റ്റ്, മാത്സ്, അങ്ങനെ ലോകത്തിലെ ഇത്തരത്തിലുള്ള മേഖലകളിലേക്ക് സംഭാവനകൾ കൊടുക്കുന്ന ആൾക്കാർക്ക് കൊടുക്കുന്ന വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഗിഫ്റ്റ് അല്ലെങ്കിൽ ഒരു പ്രൈസാണ് ആക്ച്വലി എന്തെന്ന് പറയുന്നത് നോബൽ പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന് ആ വർഷം ഓർത്ത് വെക്കണം. 1982 ആ ഒരു നോബൽ പ്രൈസ് ആരെ തേടി വരുന്നത്? നമ്മളുടെ ഗബ്രിയൽ ഗാർസിയ മാർക്കസിനെ തേടി വരുന്നത്. അദ്ദേഹത്തെ 20ാം നൂറ്റാണ്ടിലെ തന്നെ ഏറ്റവും പ്രസിദ്ധനായിട്ടുള്ള, വളരെ ഫേമസ് ആയിട്ടുള്ള, ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു റൈറ്ററായിട്ടാണ് നമ്മളുടെ ലോകം കാണുന്നത്. ഗബ്രിയൽ ഗാർസിയ മാർക്കസിൻ്റെ റൈറ്റിങ്ങിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് നമുക്ക് നോക്കാം. അദ്ദേഹം ഏറ്റവും പ്രസിദ്ധനായത് അദ്ദേഹത്തിൻ്റെ മാജിക്കൽ റിയലിസം എന്ന് പറയുന്ന ഒരു റൈറ്റിംഗ് സ്റ്റൈലുണ്ട്. അത് ഉപയോഗിച്ച് എഴുതുന്നതിലൂടെയാണ് അദ്ദേഹം എന്തായി മാറിയത്? ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധനായ ഒരു റൈറ്ററായി മാറിയത്. അപ്പോൾ ഈ ഒരു മാജിക്കൽ റിയലിസം യൂസ് ചെയ്തിട്ട് എഴുതുന്ന മറ്റൊരു റൈറ്ററിനെ കൂടെ നമുക്കിവിടെ പറയാനായിട്ട് സാധിക്കും. അദ്ദേഹം ബ്രിട്ടീഷ് ബോൺ ഇന്ത്യൻ ഒറിജിനുള്ള ഒരു റൈറ്ററാണ്. സൽമാൻ റുഷ്ദി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹവും നമ്മളുടെ ഗാർസിയ മാർക്കസിനെ പോലെ മാജിക്കൽ റിയലിസം യൂസ് ചെയ്തിട്ടാണ് ആ ഒരു വർക്കുകളൊക്കെയും എഴുതിയിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ഒരു മാജിക്കൽ റിയലിസം എന്ന് നമുക്ക് നോക്കാം. ഈ ഒരു മാജിക്കൽ റിയലിസം നിങ്ങൾക്ക് ആ ഒരു ടേമിൽ നിന്ന് തന്നെ മനസ്സിലാക്കാണ്ട് സാധിക്കും. മാജിക്കും റിയലിസവും, മാജിക്കും അതുപോലെ തന്നെ റിയാലിറ്റിയും. അപ്പം ജസ്റ്റ് നമുക്ക് ഒരു എക്സാമ്പിളിലൂടെ അത് പറയാനായിട്ട് സാധിക്കും. നിങ്ങൾ ജസ്റ്റ് രാവിലെ ഒന്ന് ഇമാജിൻ ചെയ്തോളാം. രാവിലെ നിങ്ങൾ എവിടേക്ക് പോവുകയാണ്? ഈ ഒരു സ്കൂളിലേക്ക് പോവുകയാണ്. പോകുന്ന ടൈമിൽ നിങ്ങളുടെ സ്കൂൾ ഗേറ്റിൻ്റെ അവിടെ ആയിട്ട് ഒരു ആന നിൽപ്പുണ്ടല്ലേ. സാധാരണയായിട്ട് കാണുന്നൊരു കാഴ്ചയല്ല, എങ്കിലും നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്തോളണം. ഒരു ആന നിൽക്കുന്നു. ആന നിങ്ങളെ കാണുമ്പോൾ തന്നെ ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഹോംവർക്കൊക്കെ ചെയ്തോ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ, യഥാർത്ഥ ജീവിതത്തിൽ നമുക്ക് ഒരാന സ്കൂളിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് നമ്മളെ ഇങ്ങനെ ഗ്രീറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കുന്നതായിട്ട് നോർമലായിട്ട് നടക്കുന്നൊരു കാര്യമാണോ?
ഇല്ല അല്ലേ? പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊന്ന് ഇമാജിൻ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ നോക്കുമ്പോൾ എന്താണ്, നിങ്ങളുടെ സ്കൂളിലുള്ള ടീച്ചർമാരായിരുന്നാലും ബാക്കിയുള്ള സ്റ്റുഡൻസ്, വാച്ച്മാൻ, ഇങ്ങനെയുള്ള എല്ലാവരും ആ ഒരു ആനയോട് എന്താണ് എന്നുവെച്ചാൽ അവർക്കിതൊന്നും കേട്ടിട്ട് എന്ത് തോന്നുന്നില്ല, വലിയൊരു സർപ്രൈസായിട്ട് തോന്നുന്നില്ല. അവർ വളരെ നോർമലായിട്ട് തിരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ആനയോട് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം അവരെല്ലാം എന്ത് ചെയ്യുകയാണ്, അവരുടേതായിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങളും എന്ത് ചെയ്യുവാണ്, ആ ഒരു ആനയോട് വളരെ നോർമലായിട്ട് സംസാരിക്കുന്നു. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ ക്ലാസ്സിലേക്ക് പോകുന്നു. ഇത് പക്ഷേ നോർമൽ ലൈഫിൽ അല്ലെങ്കിൽ നമ്മളുടെ റിയൽ ലൈഫിൽ ഇതെന്ന് പറയുമ്പോൾ പോസിബിൾ ആണോ? അല്ല. അങ്ങനെയുള്ള കാര്യങ്ങളെയാണ്, അതായത് ഇത്തരത്തിൽ എന്താണ്, മാജിക്കും അതേപോലെ തന്നെ റിയാലിറ്റിയും കൂടെ മിക്സ് ചെയ്യുന്നതാണ് മാജിക്കൽ റിയലിസം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ റിയൽ വേൾഡിൽ ഒരു സ്ഥലത്ത് ഒരു ഇമ്പോസിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ മാജിക്കലായിട്ടുള്ള ഒരു സംഭവം നടക്കുന്നു. പക്ഷേ എന്ത് ചെയ്യുന്നില്ല, ഈ ഒരു കാര്യത്തെ ആരും തന്നെ, അതിപ്പോൾ ഒരു സ്റ്റോറിയിലായിരുന്നാലും അല്ലെങ്കിൽ ഇതുപോലുള്ള ഇമാജിനറി സിറ്റുവേഷനിലായിരുന്നാലും ഇത്തരത്തിലുള്ള കാര്യങ്ങളെ ഒന്നും ആരും അത്ഭുതമായിട്ട് കാണുന്നില്ല. പക്ഷേ എന്താണ്, വളരെ നോർമലായിട്ട് സ്വാഭാവികമായിട്ട് അത് അക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന നമ്മുടെ സ്റ്റോറിയുടെ പേരെന്തായിരുന്നു? എ വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ്. ഈ സ്റ്റൈല് നമുക്ക് ഈ ഒരു വർക്കിൽ കാണാനായിട്ട് സാധിക്കും. ആ റൈറ്റിംഗ് സ്റ്റൈലിൻ്റെ പേരെന്തെന്നാണ് പറഞ്ഞിരിക്കുന്നത്? മാജിക്കൽ റിയലിസം എന്ന് പറയുന്നു. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിൽ നമ്മൾ വെച്ചിട്ട് വേണം എന്ത് ചെയ്യാനായിട്ടുള്ളത്, നമ്മളുടെ ഈ ഒരു സ്റ്റോറി പഠിക്കാനായിട്ടുള്ളത്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു സ്റ്റോറിയെ കുറിച്ചിട്ട് ഒരു ഐഡിയ കിട്ടിക്കാണും. നമ്മൾ പഠിക്കാൻ പോകുന്ന ഷോർട്ട് സ്റ്റോറി എന്താണ്, നോർമൽ അല്ലേ, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ നമ്മൾ സാധാരണയായി കണ്ടുവരുന്ന ഒന്നല്ല. പകരം ആ സ്റ്റോറിയിൽ എന്തും നമുക്ക് കാണാനായിട്ട് സാധിക്കും, അത്ഭുതങ്ങളും കാണാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് സ്റ്റോറിയിൽ പ്രധാനമായിട്ടുള്ള ക്യാരക്ടേഴ്സിനെ പരിചയപ്പെടാം. ഈ ക്യാരക്ടേഴ്സിനെ നിങ്ങൾ ഓർത്ത് വെക്കുന്നത് നിങ്ങൾക്ക് സ്റ്റോറി മനസ്സിലാക്കാൻ വളരെയധികം സഹായിക്കും. അതിലൊന്നാമത്തെ ക്യാരക്ടർ എന്ന് പറയുന്നത് പെലായോ. പെലായോ എന്ന് പറയുന്നത് വളരെ സാധാരണ ഒരു ഗ്രാമീണനാണ്. അദ്ദേഹം നമ്മളുടെ സ്റ്റോറിയിലെ ഒരു പ്രധാന കഥാപാത്രമാണ്. 2, എലിസെൻഡ എന്ന് പറയുന്നത് നമ്മളുടെ പെലായോയുടെ വൈഫാണ്. സ്റ്റോറിയിൽ പെലായോടൊപ്പമുള്ള പ്രധാനമായിട്ടുള്ള മറ്റൊരു ക്യാരക്ടറാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടുള്ള എലിസെൻഡ. 3, ദ വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ്. സ്റ്റോറിയുടെ ടൈറ്റിലിൽ തന്നെ കാണുന്ന മിസ്റ്റീരിയസ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. വളരെ വയസ്സായിട്ടുള്ളൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് വലിയ ചിറകുകളുണ്ട്. ഈ ക്യാരക്ടറിനെ ചുറ്റിപ്പറ്റിയിട്ടാണ് നമ്മളുടെ ഈ ഒരു ഷോർട്ട് സ്റ്റോറി മുന്നോട്ട് പോകുന്നത്. 4, ദ നെയ്ബർ വുമൺ. പെലായോയുടെയും എലിസെൻഡയുടെയും അയൽക്കാരിയാണ്. സ്റ്റോറിയിൽ ഒരു പ്രധാന ഒരു സപ്പോർട്ടിംഗ് ക്യാരക്ടറാണ് ദ നെയ്ബർ വുമൺ. 5, പെലായോ ആൻഡ് എലിസെൻഡാസ് ചൈൽഡ്. നമ്മളുടെ പെലായോയുടെയും എലിസെൻഡയുടെയും കുട്ടി. ഈ കുട്ടിക്കും നമ്മളുടെ ഒരു സ്റ്റോറിയിൽ ഒരു പ്രധാന ക്യാരക്ടർ വേഷമാണ് ഉള്ളത്. അടുത്തത് ദ സ്പൈഡർ വുമൺ. സ്റ്റോറിയുടെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മിസ്റ്റീരിയസ് കഥാപാത്രമാണ് ദ സ്പൈഡർ വുമൺ. ഈ ക്യാരക്ടറിൻ്റെ വരവിന് ശേഷം സ്റ്റോറിയിൽ ചില മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. അവസാനത്തെ ക്യാരക്ടർ, അതായത് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളിൽ അവസാനത്തേതെന്ന് പറയുന്നത് ഒരു ഡോക്ടറാണ്. അദ്ദേഹം എന്ന് പറയുന്നത് സ്റ്റോറിയുടെ ഒരു ഏകദേശം ഒരു അവസാനങ്ങളിലൊക്കെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്യാരക്ടേഴ്സിനെ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു സ്റ്റോറി പഠിച്ചു തുടങ്ങാം. അപ്പോൾ നമ്മുടെ സ്റ്റോറിയുടെ പേരെന്തായിരുന്നു? എ വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ്, വിച്ച് ഈസ് റിട്ടൺ ബൈ ഗബ്രിയേൽ ഗാർസിയ മാർക്കസ്. അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം. ഈ ഒരു സ്റ്റോറി തുടങ്ങുന്ന സമയത്ത് വളരെ വലിയ ശക്തമായിട്ടുള്ളൊരു മഴ പെയ്ത് കഴിഞ്ഞൊരു സമയത്താണ് നമ്മളുടെ ഈ ഒരു സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ കഥാപാത്രമായിട്ടുള്ള പെലായോ എന്ന ആ ഒരു സാധാരണ ഗ്രാമീണൻ വീടിൻ്റെ മഴയൊക്കെ കഴിഞ്ഞൊരു സിറ്റുവേഷനാണ്. അദ്ദേഹം വീടിൻ്റെ റിയർ കോർട്ട്യാർഡ് എന്ന് വെച്ചാൽ എന്താണ്, വീടിൻ്റെ പിന്നിലുള്ള മുറ്റമാണ്. അപ്പോൾ അത് ക്ലീൻ ചെയ്യാനായിട്ട് പോകുന്ന സമയത്ത് മഡെന്ന് വെച്ചാൽ എന്താണ് ചെളിയാണ്, മഴയൊക്കെ കഴിഞ്ഞിട്ടുള്ളൊരു ചെളി
ആയിട്ട് മുറ്റമൊക്കെ ചെളിയായി കിടക്കുന്ന ഒരു സമയത്ത് ഒരു വളരെ വയസ്സായൊരു മനുഷ്യനെ കിടക്കുന്നതായിട്ട് അവിടെ കാണുന്നു. ആ ഒരു മഡിൽ കിടക്കുന്നതായിട്ട് പെലായോ കാണുന്നു. ആ മനുഷ്യൻ ഫേസ് ഡൗൺ എന്ന് വെച്ചാൽ എന്താണ്? ഈ പറയുന്നത് പോലെ മുഖം ഇങ്ങനെ താഴ്ത്തി ആ ഒരു മഡിൽ കിടക്കുകയാണ്. അയാളുടെ എനോമസ് വിങ്സ്, ഈ വേർഡ്സൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്, നിങ്ങൾക്കിതിൽ കാണാനായിട്ട് സാധിക്കും. ആ മനുഷ്യന് എന്തുണ്ട്? വളരെ വലിയ ചിറകുകളുണ്ട്. ആ ചിറകുകളുടെ ഒരു ഭാരം കാരണം അദ്ദേഹത്തിന് എന്തും ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ആ ഒരു വയസ്സായ മനുഷ്യന് എഴുന്നേൽക്കാനായിട്ട് സാധിക്കുന്നില്ല. പെട്ടെന്ന് ഈ ഒരു വയസ്സായ വൃദ്ധനെ കണ്ടപ്പോൾ നമ്മളുടെ പെലായോ പേടിച്ചു പോകുന്നുണ്ട്. കാര്യം എന്താ? ഇദ്ദേഹത്തിന് പിന്നിലായിട്ട് വലിയ ചിറകുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുന്ന സമയത്ത് വളരെ സാധാരണക്കാരനായ പെലായോ ഭയപ്പെട്ടു പോവുകയും അദ്ദേഹം പെട്ടെന്ന് വീടിനുള്ളിലേക്ക് പോയിട്ട് തൻ്റെ വൈഫായിട്ടുള്ള എലിസൻ്റെ വിളിച്ചുകൊണ്ട് വരികയും ചെയ്യുന്നുണ്ട്. രണ്ടുപേരും ഈ ഒരു വൃദ്ധനായ മനുഷ്യനെ മാറി മാറി നോക്കുവാണ്. നോക്കുന്ന സമയത്ത് അവർ അദ്ദേഹത്തിൻ്റെ ഔട്ട്ഫിറ്റ് എന്താണ്? വളരെ ഓൾഡ് ഫാഷൻഡ് ആയിട്ടുള്ള ഒരു റാക്ക് പിക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വസ്ത്രങ്ങളൊക്കെ ശേഖരിച്ചുകൊണ്ട് പോകുന്ന ആളാണ്. നിങ്ങൾക്ക് ഒരു ഇമേജിൽ കാണാനായിട്ട് സാധിക്കും അദ്ദേഹത്തിൻ്റെ ഔട്ട്ഫിറ്റ് എന്താണെന്നെങ്കിൽ അദ്ദേഹം ധരിച്ചിരിക്കുന്ന വേഷം എന്താണെന്നുള്ളത്. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ തലയിൽ വളരെ കുറച്ച് മുടിയും അതുപോലെ തന്നെ എന്താണ്, പല്ലുകൾ വളരെ കുറവായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ ഒരു ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് നമ്മുടെ അച്ഛൻ്റെ അച്ഛനെ നമ്മൾ ഗ്രാൻഡ് ഫാദർ എന്ന് പറയും. ആ മുത്തശ്ശനൊരു അച്ഛൻ, അദ്ദേഹവും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അദ്ദേഹത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ. അപ്പോൾ അതിലൂടെ ഉദ്ദേശിക്കുന്നത് ഈ ഒരു വൃദ്ധനായ മനുഷ്യനെ കണ്ടു കഴിഞ്ഞാൽ അത്രത്തോളം എന്ത് തോന്നിക്കുമായിരുന്നു? പ്രായം തോന്നിക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. എലിസിൻ്റെയും അതുപോലെ തന്നെ പെലായോയും ഈ ഒരു വൃദ്ധനോട് സംസാരിക്കാനായി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹം മറുപടി പറഞ്ഞിരുന്നത് വളരെ ഇൻകോംപ്രിഹെൻസിബിൾ ആയിട്ടുള്ളൊരു ഡയലക്റ്റിലാണ്. അതായത് അധികം നമുക്ക് മനസ്സിലാകാൻ കഴിയാത്ത ഭാഷയാണ് ഈ ഒരു വൃദ്ധൻ സംസാരിക്കുന്നത്. അതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ എലിസൻ്റെയും പെലായോയും വിചാരിക്കുന്നത് ഇദ്ദേഹം ഒരുപക്ഷെ ഒരു കാസ്റ്റവേ ആയിരിക്കാം. കാസ്റ്റവേ എന്ന് പറയുന്നത് കപ്പൽ അപകടങ്ങളിൽ നിന്നുമൊക്കെ രക്ഷപ്പെട്ടു വരുന്ന ആൾക്കാരെയാണ്. അപ്പോൾ ഈ ഒരു സ്റ്റോറി തുടങ്ങിയ സമയത്ത് നമുക്കറിയാം വളരെ വലിയ ഒരു മഴയൊക്കെ കഴിഞ്ഞിരിക്കുവാണ്. ഒരുപക്ഷെ കടലിലെ ഒരു പ്രശ്നമൊക്കെ കാരണം കപ്പലിൽ നിന്നുമൊക്കെ അല്ലെങ്കിൽ ഒരുപക്ഷെ കപ്പലൊക്കെ തകർന്ന് രക്ഷപ്പെട്ടൊരു വൃദ്ധനായിരിക്കാം എന്നിവർ വിചാരിക്കുവാണ്. അപ്പോൾ ഇവർ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? അടുത്തുള്ള ഒരു നെയ്ബർ, നമ്മൾ ക്യാരക്ടർ ലിസ്റ്റിൽ പറഞ്ഞിട്ടുള്ള ഒരു നെയ്ബർ വുമൺ ഉണ്ട്. അപ്പോൾ ആ ഒരു സ്ത്രീയെ വിളിച്ചുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ അവർ പെട്ടെന്ന് ഇദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ പറയുകയാണ്, അദ്ദേഹത്തിന് ചിറകുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഈ ഒരു നെയ്ബർ വുമൺ പറയുകയാണ് ഇതൊരു ഏഞ്ചലാണ് എന്ന് പറയുന്നുണ്ട്. അതായത് നമ്മുടെ പെലായോയുടെയും അതുപോലെ തന്നെ എലിസൻ്റെയുടെ മകൻ ഒരു കുഞ്ഞുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു കുട്ടിക്ക് ഇപ്പോൾ കുറച്ച് അസുഖങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു നെയ്ബർ വുമൺ പറയുവാണ് ഈ ഒരു മാലാഖ എന്ന് പറയുന്നത് നിങ്ങളുടെ അസുഖം ബാധിച്ച കുട്ടിയെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. പക്ഷേ ഏഞ്ചൽ എന്താണ്? നമുക്കറിയാം വളരെ വൃദ്ധനായിട്ടുള്ള ഒരു വയസ്സായ ഒരു മനുഷ്യനാണ്. പക്ഷെ അതുകൊണ്ട് എന്ത് ചെയ്തു എന്ന് പറയുന്നുണ്ട്, ഈ ഒരു മഴയൊക്കെ പെയ്തപ്പോൾ ഈ ഒരു ഏഞ്ചൽ എന്ത് ചെയ്തു? മഴയത്ത് നിലത്ത് ഒരുപക്ഷെ തെന്നി വീണതായിരിക്കാം, വീണ് പോയതാണ് എന്ന് പറയുന്നുണ്ട്. അടുത്ത ദിവസം തന്നെ പെലായോയുടെ വീട്ടിൽ ഒരു ഫ്ലഷ് ആൻഡ് ബ്ലഡ് ഏഞ്ചൽ, അതായത് എന്താണ്, നമുക്കറിയാലോ ഏഞ്ചൽ എന്ന് പറയുമ്പോൾ നമ്മൾ ആരും നേരിട്ട് കണ്ടിട്ടില്ല, കഥകളിലൊക്കെ കേട്ടിട്ടുള്ളൂ. അപ്പോൾ ജീവനുള്ള ഫ്ലഷ് ആൻഡ് ബ്ലഡ് ഏഞ്ചൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനുള്ള ഒരു യഥാർത്ഥ ഏഞ്ചൽ ഉണ്ടെന്ന് എല്ലാവരും അറിയാനായിട്ട് തുടങ്ങി. പെലായോ ഏഞ്ചലിനെ ഒരു ചിക്കൻ കൂപ്പ് എന്ന് പറയുന്നത് കോഴിക്കൂടിനെയാണ്. അപ്പോൾ ആ ഒരു കോഴിക്കൂടിൽ നമ്മളുടെ ഒരു വൃദ്ധനെ എന്ത് ചെയ്യുകയാണ്? അടച്ച് ഇടുകയാണ് ചെയ്യുന്നത്. കുറച്ച് സമയത്തിന് ശേഷം അവരുടെ മകൻ, ഓൾറെഡി നമ്മൾ അസുഖമുള്ള ആ ഒരു മകൻ, പനിയായിരുന്നു ആ ഒരു കുഞ്ഞിന്, ആ ഒരു പനി മാറുന്നുണ്ട്. അതുപോലെ തന്നെ ആ കുട്ടി ഭക്ഷണം കഴിക്കാനൊക്കെ തുടങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പെലായോയും എലിസൻ്റെയും ഏഞ്ചലിനെ, അതായത് ഈ ഒരു വൃദ്ധനെ ഒരു റാഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ തോണിയാണ്. അപ്പോൾ ഈ ഒരു റാഫ്റ്റിൽ കുറച്ച് വാട്ടറും ഫുഡും ഒക്കെ കൊടുത്ത് കടലിലേക്ക് തന്നെ തിരിച്ചയക്കാമെന്ന്
ആലോചിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർ വിചാരിക്കുന്നത് എന്താണ്, കുഞ്ഞിൻ്റെ അസുഖം മാറിയത് ഈ ഒരു വൃദ്ധനായ ഏഞ്ചൽ വന്നതുകൊണ്ടാണ്. അതുകൊണ്ട് എന്ത് ചെയ്യാം, കുറച്ച് ഫുഡും വാട്ടറും ഒക്കെ ആയിട്ട് ഈ ഒരു വൃദ്ധനെ തിരികെ കടലിലേക്ക് തന്നെ അയക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ അവർ കാണുന്നത് എന്താണ്, ദ ഹോൾ നെയ്ബർഹുഡ്, അതായത് മുഴുവൻ ആ ഒരു പ്രദേശത്തിലെ മുഴുവൻ ആളുകളും ഈ ഒരു ചിക്കൻ കൂപ്പ് അല്ലെങ്കിൽ ഈ ഒരു കോഴിക്കൂടിൻ്റെ മുന്നിൽ കൂട്ടമായിട്ട് നിൽക്കുന്നുണ്ട്. അവർ ഈ ഒരു ഏഞ്ചലിനെ ഒരു സർക്കസ് ആനിമൽ, അതായത് നമുക്കറിയാലോ സർക്കസ് വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരിതാണ് അല്ലേ. അപ്പോൾ ഈ ഒരു സർക്കസിൽ കാണുന്ന ഒരു മൃഗത്തിനെ പോലെ കാണുകയും അവരെന്ത് ചെയ്യുകയാണ്, അവരുടെ ഒരു കൗതുകം കൊണ്ട് ഈ ഒരു ഓൾഡ് മാന് ഫുഡൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, എറിഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. പതിയെ പതിയെ ഈ ഒരു ഏഞ്ചലിനെ കാണാനായിട്ട് പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് പിൽഗ്രിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തരാണ്. അതുപോലെ തന്നെ ഇൻവാലിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗങ്ങളൊക്കെയുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇവരൊക്കെ വിചാരിച്ച ഒരു പക്ഷേ ഏഞ്ചലിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്തേക്കാം, ഞങ്ങളുടെ രോഗമൊക്കെ മാറിയേക്കാം. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ആൾക്കാർ വരാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ ആൾക്കാർ വന്നു തുടങ്ങിയപ്പോൾ പെലായോയും അതുപോലെ തന്നെ എലിസിൻ്റെയും തീരുമാനിച്ചു, ഇനി ഏഞ്ചലിനെ കാണാൻ വരുന്നവരിൽ നിന്നും കുറച്ച് പൈസ എന്ത് ചെയ്യാണ്ട് സാധിക്കും, വാങ്ങിക്കാനായിട്ട് സാധിക്കുമെന്ന് ഈ ഒരു എലിസൻ്റെയും അതുപോലെ തന്നെ പെലായോയും തീരുമാനിച്ചു. കാര്യം എന്തായാലും അവരൊക്കെ ഏഞ്ചലിനെ കണ്ടിട്ടേ പോകുള്ളൂ. അപ്പോൾ എന്തായാലും പൈസ വാങ്ങിക്കാനുള്ളൊരു വഴിയായി എന്നുള്ളൊരു ഉദ്ദേശത്തിൽ ഈ ഒരു പെലായോയും എലിസൻ്റെയും കൂടെ വരുന്നവരിൽ നിന്നും 5 സെൻറ്റ്, അതായത് 5 സെൻറ്റ് വാങ്ങിക്കാനായിട്ട് തുടങ്ങി. 5 സെൻറ്റ് എന്ന് പറയുന്നത് ഡോളറിലെ ഒരു വളരെ ചെറിയ ഒരു ഭാഗം, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മളിപ്പോൾ 1 രൂപ എന്ന് പറയുന്നതിനേക്കാളും ചെറുതാണ് ഒരു പൈസ എന്ന് പറയുന്നത്. അതുപോലെ ഡോളറിൻ്റെ ഒരു ചെറിയ ഒരു ഭാഗമാണ് ഈ ഒരു സെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പൈസ ആരിൽ നിന്നും ഈടാക്കാനായിട്ട് തുടങ്ങി, ഈ ഒരു ഏഞ്ചലിനെ കാണാൻ വരുന്നവരിൽ നിന്നും ഈടാക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ പതിയെ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ എലിസൻ്റെയും പെലായോയും ഭയങ്കരമായിട്ട് പൈസ സമ്പാദിക്കാനായിട്ട് തുടങ്ങി. പക്ഷേ ഏഞ്ചൽ ഇതൊന്നും കണ്ടിട്ട് പരാതി പറയാനായിട്ട് നിന്നില്ല. ഏഞ്ചലിന് കൊടുക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത് എഗ് പ്ലാന്റ് മഷായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വഴുതനങ്ങ വെച്ചുണ്ടാക്കുന്ന വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു കഞ്ഞിയാണ്. അപ്പോൾ ഇതൊക്കെ കുടിച്ചിട്ട് ഒരു പരാതിയും പറയാതെ എവിടെയായിരുന്നു ഏഞ്ചൽ താമസിച്ചിരുന്നത്, അവരുടെ ആ ഒരു കോഴിക്കൂട്ടിലായിരുന്നു. അപ്പോൾ ഈ ഒരു കോഴിക്കൂട്ടിലുള്ള കോഴികളൊക്കെയും ഈ പാവം ഏഞ്ചലിൻ്റെ ചിറകുകളൊക്കെ എന്ത് ചെയ്യുമായിരുന്നു, വലിച്ചെടുക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ ചില കാണാൻ വരുന്ന ആൾക്കാർ ഏഞ്ചലിനെ കല്ലെറിയുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ ഏഞ്ചൽ ഒരിക്കൽ പോലും എന്ത് ചെയ്തിട്ടില്ല, ഈ വരുന്നവരോടോ അല്ലെങ്കിൽ പെലായോയോടോ അദ്ദേഹത്തിൻ്റെ വൈഫിനോടോ ഒന്നും മോശമായിട്ട് പെരുമാറാനോ ഒന്നും, ഭയങ്കര ക്ഷമയുള്ളൊരു ഏഞ്ചലായിരുന്നു ഈ ഒരു വൃദ്ധൻ എന്ന് പറയുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ടൗണിൽ ഇതുപോലൊരു സർക്കസ് ഒരു പരിപാടി വരുന്നത്. ഒരു ട്രാവലിംഗ് ഷോ ആയിരുന്നു, ഒരു സഞ്ചാരി പ്രദർശനം, സർക്കസ് പോലെയുള്ളൊരു പ്രോഗ്രാം ആയിരുന്നു. അതിലെ ഒരു പ്രധാന ആകർഷണം എന്ന് പറയുന്നത് ഇടിമിന്നലേറ്റിട്ട് സ്പൈഡറായി മാറിയ ഒരു സ്ത്രീയായിരുന്നു. അപ്പോൾ ഇത് കാണാനായിട്ട് ആൾക്കാർക്ക് ഫീ ഒക്കെ ഭയങ്കര കുറവായിരുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ കഥയൊക്കെ ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാകുമായിരുന്നു. കാര്യം ഇടിമിന്നലേറ്റാണ് ഈ ഒരു സ്ത്രീ സ്പൈഡർ ആയത് എന്നൊക്കെ കേൾക്കുമ്പോൾ വളരെ എളുപ്പമല്ലേ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോൾ ആൾക്കാർ പതിയെ ഏഞ്ചലിനെ കാണുന്നത് നിർത്തിയിട്ട് എവിടേക്ക് പോകാനായിട്ട് തുടങ്ങി, ഈ ഒരു സ്പൈഡർ വുമണിനെ കാണാനായിട്ട് പോകാൻ തുടങ്ങി. പെലായോയും എലിസൻ്റെയും ഏഞ്ചലിനെ കൊണ്ട്, ആ ഒരു ഏഞ്ചൽ കാരണം അവർക്ക് ഒരുപാട് പൈസ കിട്ടിയായിരുന്നല്ലോ. അപ്പോൾ ഈ ഒരു പൈസയൊക്കെ വെച്ച് ഇവർ വളരെ പാവപ്പെട്ടവരായിരുന്നു. ഇവരെന്ത് ചെയ്തു, വലിയ 2 നില വീടൊക്കെ വെക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ വീടൊക്കെ വെച്ചു. അതിനുശേഷം എന്ത് ചെയ്യുന്നുണ്ട്, പെലായോ എന്ത് ചെയ്യുകയാണ്, തൻ്റെ ജോലി, അതായത് പെലായോ ഇതിനു മുൻപ് ഒരു കോർട്ട് ഓഫീസർ, ബെയിലീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർട്ട് ഓഫീസർ ആയിരുന്നു. അതിനുശേഷം പെലായോ ഒരു റാബിറ്റ് വാറനായിട്ട് മാറുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുയലിനെയൊക്കെ വളർത്തുന്ന സ്ഥലമൊക്കെ വാങ്ങിച്ച് ആ ഒരു ജോലിയിലേക്ക് കടക്കുന്നുണ്ട്. അതുപോലെ തന്നെ എലിസൻ്റെ ആവട്ടെ ഒരുപാട് പുതിയ വസ്ത്രങ്ങളും ഉയരം കൂടിയ ചെരുപ്പുകളും ഒക്കെ വാങ്ങിച്ച് ഭയങ്കര ഒരു ആഡംബര ജീവിതത്തിലേക്ക് ഇവർ
പോവുകയാണ് ചെയ്യുന്നത്. പക്ഷെ അപ്പോഴും നമ്മളുടെ ഈ ഒരു ഏഞ്ചലിനെ ഇട്ടിരിക്കുന്ന ആ ഒരു കോഴിക്കൂട് അവരെന്ത് ചെയ്തില്ല, പുതുക്കി പണിയാനൊന്നും നിന്നില്ല. ആ ഒരു കോഴിക്കൂടിൽ നിന്നും ഭയങ്കരമായിട്ടുള്ള സ്മെല്ല്, കാര്യം എന്താ, അവിടെ ഒരുപാട് അഴുക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സ്മെല്ലൊക്കെ ഇവരുടെ പുതിയ വീട്ടിലേക്കും ഒക്കെ എന്ത് ചെയ്യാനായിട്ട് തുടങ്ങി, വ്യാപിക്കാനായിട്ട് തുടങ്ങി. അതിനുശേഷം ഈ എലിസിൻ്റെയുടെയും പെലായോയുടെയും കുഞ്ഞിന്, അപ്പോൾ ഈ ഒരു കുഞ്ഞ് നടക്കാനൊക്കെ തുടങ്ങി. അപ്പം നടന്ന് ഒക്കെ തുടങ്ങിയ സമയത്ത് ഇവർ രണ്ടുപേരും ഏഞ്ചലിൻ്റെ അടുത്തേക്ക് ഈ ഒരു കുഞ്ഞിനെ പോകാൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ കുഞ്ഞ് പോവുകയും ഏഞ്ചലിനോടൊപ്പം കളിക്കുകയും ഒക്കെ ചെയ്തു. അപ്പോൾ അവർക്ക് മനസ്സിലായി ഏഞ്ചൽ കുഞ്ഞിനെ ഉപദ്രവിക്കത്തൊന്നും ഇല്ല എന്നവർക്ക് മനസ്സിലായി. അതുപോലെ തന്നെ ഇവർ ഈ ഒരു ഏഞ്ചലിനും കുഞ്ഞിനും ഒരേ സമയത്ത് തന്നെ ചിക്കൻ ബോക്സ് ഒക്കെ പിടിക്കുന്നുണ്ട്. അപ്പോൾ അത് നോക്കാനായിട്ടാണ് നമ്മുടെ ഡോക്ടർ വരുന്നത്. ഡോക്ടർ ഈ ഒരു ഏഞ്ചലിനെ പരിശോധിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ, അതായത് ഏഞ്ചലിൻ്റെ ഹൃദയം, ഹാർട്ടിലും അതുപോലെ തന്നെ കിഡ്നി എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ വൃക്കകളാണ്. അപ്പോൾ ഇതിൽ നിന്നും ഒക്കെ വിചിത്രമായിട്ടുള്ള ശബ്ദങ്ങൾ കേൾക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഡോക്ടറിന് വളരെ അത്ഭുതകരമായിട്ട് തോന്നി. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ അത്ഭുതം തോന്നിയത് ഈ ഒരു ഓൾഡ് മാൻ്റെ ചിറകുകളായിരുന്നു. കാര്യം എന്താണ്, അദ്ദേഹം നോക്കുമ്പോൾ അത് വളരെ നാച്ചുറലായിരുന്നു. അതായത് ആ ഒരു ഓൾഡ് മാൻ ഇങ്ങനെ ചുമ്മാ വെച്ച് പിടിപ്പിച്ചേക്കൊന്നും അല്ല. അതിലുള്ള തൂവലുകളും ആ ഒരു ചിറകും എല്ലാം ആ ഒരു മനുഷ്യൻ്റെ ശരീരത്തോട് അത്രത്തോളം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു കണക്റ്റായിട്ടായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഡോക്ടർ ഇങ്ങനെ വിചാരിച്ചു, എന്തുകൊണ്ടാണ് ബാക്കിയുള്ള മനുഷ്യർക്കൊന്നും ഇതുപോലെയുള്ള ചിറകുകളൊന്നും ഇല്ലാതിരുന്നത് എന്ന് ആ ഒരു ഡോക്ടർ അതിശയപ്പെട്ടു. അതിനുശേഷം ഒരിക്കൽ നമ്മളുടെ എലിസിൻ്റെയുടെയും പെലായോയുടെയും കുഞ്ഞ് സ്കൂളിൽ പോയ സമയത്ത് അവിടെ ഭയങ്കരമായിട്ട് ഒരു വെയിലും മഴയും പെയ്യുന്നുണ്ട്. ആ ഒരു സമയത്ത് ആ ഒരു കോഴിക്കൂട് ഇടിഞ്ഞു വീഴുകയാണ് ചെയ്യുന്നത്. ഏഞ്ചൽ വളരെ ദുർബലനായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം വളരെയധികം, അദ്ദേഹത്തിൻ്റെ കാഴ്ചയൊക്കെ അദ്ദേഹത്തിന് നഷ്ടപ്പെടാനായിട്ട് തുടങ്ങി. അദ്ദേഹം കഴിഞ്ഞുകൊണ്ടിരുന്ന വീട് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ വീട് എന്തായിരുന്നു, ആ ഒരു കോഴിക്കൂടായിരുന്നു. അപ്പോൾ അത് ആ ഒരു മഴയത്ത് നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഈ ഒരു കാഴ്ച കുറഞ്ഞു, വളരെയധികം അവശനായിട്ട് ഈ ഒരു ഓൾഡ് മാൻ മാറുകയാണ്. ഭക്ഷണമൊക്കെ കഴിക്കുന്നതിൻ്റെ അളവൊക്കെ കുറഞ്ഞു. അപ്പോൾ ഈ ഒരു പെലായോ അദ്ദേഹത്തിന് ഒരു ദിവസം ഈ ഒരു ബ്ലാങ്കറ്റ് കൊടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു ആ ഒരു വീട്ടിൻ്റെ ഷെഡിലേക്ക് കയറി കിടക്കാനായിട്ട് പറഞ്ഞു. അതുപോലെ തന്നെ രാത്രിയായപ്പോൾ ഏഞ്ചൽ ഭയങ്കരമായിട്ട് അദ്ദേഹത്തിനൊരു ഫീവർ, ഒരു ടെമ്പറേച്ചർ എന്ത് ചെയ്യുകയാണ്, ശരീരത്തിൻ്റെ ചൂട്, ഈ ഒരു ഏഞ്ചലിൻ്റെ ശരീരത്തിൻ്റെ ചൂട് ഭയങ്കരമായിട്ട് കൂടുകയും ചെയ്തു. അപ്പോൾ ഇവർ അങ്ങ് ഭയപ്പെടുവാണ്. അതായത് ഈ ഒരു ഏഞ്ചൽ മരിച്ചു പോകുമോ എന്നുള്ളൊരു ഭയം ആർക്കുണ്ടാവുന്നുണ്ട്, പെലായോയ്ക്കും എലിസൻ്റയ്ക്കും ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ഡിസംബറിൽ, അതായത് വിൻ്റർ സീസൺ ആയ സമയത്ത് പതിയെ പതിയെ ഏഞ്ചൽ തൻ്റെ ആരോഗ്യം വീണ്ടെടുത്തു. ഡിസംബറിൽ ആ ഒരു വിങ്സിൽ പുതിയ ചിറകുകൾ എന്ത് ചെയ്യാനായിട്ട് തുടങ്ങി, വരാനായിട്ട് തുടങ്ങി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം എലിസിൻഡ തൻ്റെ അടുക്കളയിൽ നിന്ന് ഓണിയൻസ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സവാള അരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു കാറ്റ് വീശിയ സമയത്ത് അവൾ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കുകയാണ്. അപ്പോൾ അവൾക്ക് കാണാൻ സാധിക്കുന്നത് എന്താ, ഈ ഒരു ഓൾഡ് മാൻ പറക്കാനായിട്ട് ശ്രമിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് ഇവരുടെ വീട്ടിൽ വന്നതിന് ശേഷം ആ ഒരു ഓൾഡ് മാൻ പറക്കാനുള്ള ശ്രമം നടത്തുന്നത് അവൾ കാണുന്നത്. ആദ്യമൊക്കെ പറക്കാൻ ആ ഒരു ഓൾഡ് മാൻ വളരെയധികം ബുദ്ധിമുട്ടുന്നത് അവൾ കണ്ടു. പക്ഷെ പതിയെ പതിയെ അയാൾക്ക് പറക്കാനായിട്ട് കഴിഞ്ഞു. അവൾ ഈ ഒരു ഏഞ്ചൽ പറന്നു പോകുന്നത്, ആകാശത്തേക്ക് പറന്നു പോകുന്നത് നോക്കി നിൽക്കുകയും അവൾക്കൊരു റിലീഫ് അനുഭവപ്പെട്ടു. അതായത് അവൾക്കൊരു ഭയങ്കര ഒരു സമാധാനം ഫീൽ ചെയ്തു. കാര്യം എന്താ, ഇനിയിപ്പോൾ ഈ ഒരു ഏഞ്ചലിനെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, കൂട്ടിലിടണ്ട, അതിനെ ഫുഡ് കൊടുക്കണ്ട, അല്ലെങ്കിൽ അതിനെ കാണാൻ ആരും വരില്ല. കാര്യം അവരുടെ ജീവിതത്തിൽ അതായത് പൈസയും കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഏഞ്ചൽ പതിയെ പതിയെ അവർക്കൊരു ബാധ്യതയായിട്ട് തോന്നി. അപ്പം ഇനിയിപ്പം എന്ത് ചെയ്യത്തില്ല, ഈ ഒരു ഏഞ്ചൽ പോയി കഴിഞ്ഞ് ഇനി അത് തിരിച്ചു വരില്ല എന്നുള്ളൊരു സമാധാനം എലിസൻ്റയ്ക്ക് ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങി. ആ ഒരു ഏഞ്ചൽ കടലിൻ്റെ അകലെ ഒരു ചെറിയ ഇമാജിനറി ഡോട്ട്, അതായത് ഒരു ചെറിയ ബിന്ദു പോലെ മാറിപ്പോവുകയാണ് ചെയ്യുന്നത്. പതിയെ പതിയെ അതിനെ
തീരെ കാണാതാവുകയാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ എന്താണ്, ആ ഒരു ഏഞ്ചൽ എലിസണ്ടയുടെയും പെലായോയുടെയും ലൈഫിൽ നിന്നും എന്നേക്കുമായിട്ട് പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഈ ഒരു സ്റ്റോറിയിലെ പ്രധാനപ്പെട്ട സെൻട്രൽ ഐഡിയാസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നെന്ന് പറയുന്നത്, എല്ലാ ആളുകളെയും കാണുന്ന സമയത്ത് പലരും അവരെ വിലയിരുത്തുന്നത് അവരുടെ പുറമേയുള്ള അവരുടെ രൂപം അല്ലെങ്കിൽ അപ്പിയറൻസ് നോക്കിയിട്ടാണ്. അതുപോലെ തന്നെ മനുഷ്യന്മാർ ഈ പറയുന്ന അത്ഭുതങ്ങളിലും അതുപോലെ തന്നെ വിനോദങ്ങളിലും, അതായത് എൻ്റർടൈൻമെൻറ്റുകളെയും വളരെയധികം എന്ത് ചെയ്യുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ കൈൻഡ്നെസ്, ദയ, പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ക്ഷമയാണ്. അതുപോലെ തന്നെ ഹ്യൂമാനിറ്റി എന്ന് വെച്ചാൽ മനുഷ്യത്വമാണ്. എന്നിവയുടെ പ്രാധാന്യം ഈ ഒരു സ്റ്റോറിയിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഏഞ്ചൽ എന്ന് പറയുന്നത് ഒരു അസാധാരണമായിട്ടുള്ള അല്ലെങ്കിൽ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ളൊരു ജീവി ആയിരുന്നാലും മനുഷ്യർ അവനെ ബഹുമാനത്തോടെയല്ല, പകരം ഒരു സർക്കസ് ആനിമൽ ആയിട്ടാണ് കാണുന്നത് എന്നതാണ്.